ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന രണ്ടാമത്തെ വ്യക്തിയെന്ന ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് ഒറ്റയടിക്ക് മറികടന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജവഹർലാൽ നെഹ്റുവിന് പിന്നിൽ ഇപ്പോഴുള്ളത് മോദി മാത്രം. ജൂലൈ 25-ന് മോദി പ്രധാനമന്ത്രിയായി 4078 ദിവസം പൂർത്തിയാക്കി. 1966 ജനുവരി 24 മുതൽ 1977 മാർച്ച് 24 വരെ തുടർച്ചയായി 4077 ദിവസം ഭരിച്ച ഇന്ദിരയുടെ കാലയളവ് മറികടന്നു. ഇന്ദിര 80-ൽ വീണ്ടും പ്രധാനമന്ത്രിയായി. 1984-ൽ സിഖ് അംഗരക്ഷകരാൽ കൊല്ലപ്പെടും വരെ സേവനമനുഷ്ഠിച്ചു. ആദ്യ പ്രധാനമന്ത്രി നെഹ്റു 6130 ദിവസം അധികാരത്തിലിരുന്നു. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി എന്ന റെക്കോർഡ് ഇപ്പോഴും അദ്ദേഹം നിലനിർത്തുന്നു. മോദിയുടെ രാഷ്ട്രീയ യാത്രയിലെ ചരിത്ര അധ്യായമാണ് ഈ നേട്ടം. 2001-ൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ മോദി ഏതാണ്ട് 24 വർഷം തുടർച്ചയായി സംസ്ഥാന ദേശീയ തലങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ നയിച്ചു. മറ്റൊരാൾക്കും കൈവരാത്ത നേട്ടമാണിത്. ബ്രിട്ടനിൽ നിന്ന് ഇന്നലെ മാലിദ്വീപ് സന്ദർശനത്തിനെത്തിയ മോദി 1947-ൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ജനിച്ച ആദ്യത്തെ ഏക പ്രധാനമന്ത്രി എന്ന സവിശേഷ ബഹുമതിയും സ്വന്തമാക്കിയിരുന്നു. ഹിന്ദി സംസാരിക്കാത്ത ഒരു സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ വ്യക്തിയും അദ്ദേഹമാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസ് ഇതര നേതാവും കുറഞ്ഞത് 2 തവണയെങ്കിലും അധികാരത്തിലെത്തുന്ന ആദ്യ കോൺഗ്രസ് ഇതര നേതാവുമാണ് മോദി. സ്വന്തമായി വ്യക്തമായ ഭൂരിപക്ഷം നേടിയ ഒരേ ഒരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഭൂരിപക്ഷത്തോടെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സിറ്റിംഗ് പ്രധാനമന്ത്രിയുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ പാർട്ടി തുടർച്ചയായി 3 ദേശീയ തിരഞ്ഞെടുപ്പ് വിജയങ്ങളിലേക്ക് നയിച്ചതും ഉൾപ്പെടുന്നു. നെഹ്റുവിന് മാത്രമേ മുൻപ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 2014, 2019, 2024 എന്നീ വർഷങ്ങളിൽ തുടർച്ചയായി 3 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചതിൽ മോദി നെഹ്റുവിനൊപ്പം എത്തിയിട്ടുണ്ടെങ്കിലും തകർക്കപ്പെടാത്ത ഭരണത്തിന്റെ റെക്കോർഡ് ഇപ്പോഴും നെഹ്റുവിന്റെ പേരിലാണ്. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള കാലാവധി കണക്കാക്കുമ്പോൾ മോദി തുടർച്ചയായി 3 തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു. 2001-ൽ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു. 2014-ൽ 14ാമത് പ്രധാനമന്ത്രിയായി അധികാരം ഏറ്റെടുക്കും വരെ ആ പദവിയിൽ തുടർന്നു. പിന്നീട് 2 തവണ കൂടി പ്രധാനമന്ത്രിയായി. മുൻ പ്രധാനമന്ത്രിമാരായ നെഹ്റു, ഇന്ദിരാഗാന്ധി, ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നിവർക്ക് അവരുടെ ഭരണകാലത്ത് 2 അന്താരാഷ്ട്ര ബഹുമതികൾ ലഭിച്ചെങ്കിൽ പശ്ചിമേഷ്യ മുതൽ യൂറോപ്പ്, ആഫ്രിക്ക വരെ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട 24 ബഹുമതികൾ മോദിക്ക് ഇതുവരെ ലഭിച്ചു. BJP നേതാവ് അടൽ ബിഹാരി വാജ്പേയി 3 തവണ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1996-ൽ 13 ദിവസം മാത്രം നീണ്ടുനിന്ന സർക്കാർ 1998-ൽ 13 മാസം അദ്ദേഹം സർക്കാരിനെ നയിച്ചു. പിന്നീട് അവിശ്വാസ പ്രമേയത്തിലൂടെ ഒരു വോട്ടിന് അത് പരാജയപ്പെട്ടു. 1999-ൽ വീണ്ടും അധികാരത്തിലെത്തി മുഴുവൻ കാലാവധിയും പൂർത്തിയാക്കി. 5 വർഷ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കോൺഗ്രസ് ഇതര സർക്കാർ വാജ്പേയിയുടേതാണ്. രാജ്യം ഏറ്റവും കരുത്തുള്ള പ്രധാനമന്ത്രി എന്ന് പല ഘട്ടങ്ങളിലും ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പതിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അത്തരമൊരു പരിവേഷമൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്ദിരയുടെ നല്ല പ്രവർത്തനങ്ങളെ പുകഴ്ത്തിക്കാട്ടുവാനുള്ള പരിശ്രമങ്ങളും ഇന്ന് വല്ലാതെ നടക്കുന്നുണ്ട്. ഗാന്ധി നേതൃത്വം നൽകിയ അടിയന്തരാവസ്ഥ കാലത്തിന്റെ വാർഷികത്തെ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കുവാൻ BJP ശ്രമിച്ചിരുന്നു. ദേശീയ വ്യാപകമായി പരിപാടികൾ സംഘടിപ്പിക്കുകയും അതിലൊക്കെ BJPയുടെ ഉന്നത നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇന്ദിരാഗാന്ധി ഇവിടെയുള്ള കോൺഗ്രസ് ഭരണാധികാരികളെ തിരസ്കരിക്കുകയും BJP നേതാക്കളെ അവരോധിക്കുകയുമാണ് സംഘപരിവാർ ചെയ്യുന്നത്.